അഭ്യസിച്ചുകൊണ്ട് ചെയ്ത് ക്രമേണ മനസ്സുയർന്നു വരും. അപ്രകാരം നമ്മൾ പ്രയത്നിക്കണം. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളൊക്കെ എന്തു തന്നെയാണ്? കാലത്തിൻ്റെ വിധേയത്തിൽപ്പെട്ട ഒരു കുലാലൻ്റെ ചക്രത്തിലുള്ള ഓരോ ഉറുമ്പുകളാണ്. എല്ലാവരും ഉറുമ്പുകളാണ്. നക്ഷത്രങ്ങളും ഭൂമിയും എല്ലാം അതങ്ങനെ കറങ്ങുന്നു. ഈ കറക്കത്തെ പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല. അത് പ്രകൃതി നിയോഗിച്ച ഒരു പ്രകൃതിയുടെ നിയമപ്രകാരം. ഇനി നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ. ശ്വാസം വരുന്നു, ശ്വാസം പോകുന്നു, ഇല്ലേ? ഒരു കറക്കമില്ലേ? ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു, ഇല്ലേ? ആഹാരാദികൾ വരുന്നു, മലമൂത്രമായി പുറത്തു പോകുന്നു, വീണ്ടും അത് തിരിഞ്ഞു വന്ന് വീണ്ടും ആഹാരാദികളായി വരണു, വീണ്ടും അത് പുറത്തു പോകുന്ന ചക്രമുണ്ടോ? ഇല്ലയോ? ഇത് പ്രകൃതിയുടെ നിയോഗമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാൽ അപരിഹാര്യത്തെ നത്വം ശോചിതുമർഹസി. ജനിച്ചാൽ പ്രകൃതിയുടെ നിയമം ഇങ്ങനെയാണ്. അതങ്ങനെ കറങ്ങിക്കൊണ്ടു പോകും. പക്ഷേ ആർക്കിതിൽ നിന്ന് മാറാം? ആർക്കിതിൽ നിന്ന് ഉയരാം? നമ്മുടെ മനസ്സിനെ ക്രമേണ ഇതിൽ നിന്ന് നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഉയർത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? അതുകൊണ്ട് തത ഉപരിഷ്ടൽ ത്രിലക്ഷയോജനയോ നക്ഷത്രാണി മേരും ദക്ഷിണേനൈവ കാലയനാം ഈശ്വരയോജിതാനി സഹ അഭിജിതാവിഷ്ടവിംശതി. ഇവിടെ ത്രിലക്ഷണയോജനതോ ഈ പ്രകൃതിയുടെ ഒരു വ്യാപ്തി പറയുകയാണ്. വേദത്തിൽ പറഞ്ഞതുപോലെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. ഈ പ്രകൃതിയുടെ വർണ്ണന അങ്ങനെയാണ്. അതെത്ര വ്യാപ്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ഇനിയും ഒരു ഭൂമിയുണ്ടെന്നോ ഇനിയും ഒരു സൂര്യനുണ്ടെന്നോ നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇതിൻ്റെ കോസ്മോസ് നോക്കുമ്പോണ്ടല്ലോ, അത് വളരെ ഒരു അത്ഭുതകരമായി അവരുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നത് ഇനിയും നമ്മൾ കണ്ടെത്താത്ത പലതും ഉണ്ട് എന്നാണ്. യൂണിവേഴ്സിൽ പലതും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഇതിനൊക്കെ ഉപരിയായിട്ട് നക്ഷത്രങ്ങളുണ്ട്. അതിൽ 28 നക്ഷത്രങ്ങൾ ഇവിടെ പറയുകയാണ്. നമ്മൾ പഠിച്ചത് എത്രയാണ്? 27. ഇവിടെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സഹ അഭിജിത്ത് അഷ്ടാവിംശതി 28 നക്ഷത്രങ്ങൾ. ഇപ്രകാരം ഇനി ആ നക്ഷത്രങ്ങളുടെ കാര്യക്രമങ്ങളൊക്കെ പറയാണ് അടുത്ത 23-ാമത്തെ അധ്യായത്തിൽ പറയണു. അത് തസ്മാൽ പരതത്രയോദശോ ലക്ഷണ ജന്മ ലക്ഷയോജനാന്തരതോ യത്തൽ വിഷ്ണു പരമപദം അഭിവദന്തി. ഇനി അത് വളരെ വിസ്തരിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് സഹി സർവേഷാം ജ്യോതിർഗണാനം ഗ്രഹനക്ഷത്രാദീനാമ നിമിഷേണ വ്യക്തരം ഖസ ഭഗവതാ കാലേന ഭ്രാമ്യമാണാനം സ്ഥാണിവ വിഷ്ടംബ ഈശ്വരേണ വിഹിത ശശൽ അവഭാസതേ. ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഗ്രഹനക്ഷത്രാദീനാം ജ്യോതിർഗണാനാം, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ തുടങ്ങിയതൊക്കെ ഈ നക്ഷത്രങ്ങളൊക്കെ ഇതൊക്കെ അനിമിഷേണ അവ്യക്തരം ഹസ ഭഗവതാ കാലേന. വളരെ ശ്രദ്ധിച്ച ഈ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാവുകയെ. ആ നിമിഷേണ, ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാത്ത, എന്നാൽ ആ ഭഗവാൻ തന്നെ കാലരൂപത്തിൽ പ്രകടമായിക്കൊണ്ട് ഭ്രാമ്യമാണാനം. ഇപ്പോൾ ഒരേ ആൾ 2 വേഷം കെട്ടിയിരിക്കുകയാണ്. ഒരേ ആള് ഒരു വശത്ത് കണ്ണടയ്ക്കാതെ സർവത്ര നിറഞ്ഞുകൊണ്ട് യാതൊന്നും ചെയ്യാതിരിക്കണം. അതേ ആള് അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ എല്ലാറ്റിനെയും കറക്കുന്നു. അപ്പം ഭഗവാൻ ഈ കറക്കുന്ന ശക്തിയാണ് ഭഗവാനിലുള്ള പൊട്ടൻഷ്യൽ ശക്തിയായിട്ട് പ്രകൃതി എന്ന് പറയുന്നത്. ആ കറങ്ങാത്ത ശക്തിയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഒരേ ശക്തി തന്നെ കറങ്ങാതിരിക്കുമ്പോൾ അത് പുരുഷനും, കറങ്ങുന്ന സമയത്ത് പ്രകൃതിയും. ഒന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, എല്ലാം ചിന്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ആരാണ്? ഈ സാധനം എടുത്ത് അപ്പുറത്തേക്ക് വെക്കണം, നിങ്ങളുടെ ബുക്ക് എടുത്ത് പേജ് മറയ്ക്കണം, ഇതൊക്കെ ആരാ? ഈ ശക്തികളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? മനസ്സാണ്. മനസ്സ് പറയുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുന്നൊരു ഉപകരണം മാത്രം. നമ്മളൊരു കയ്യിലെടുത്തുകൊണ്ട് പായസമോ അല്ലെങ്കിൽ കറി ഇളക്കുമ്പോൾ ആ കയ്യിലൊരു ഉപകരണം മാത്രമാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ശരീരം എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ എണീക്കണം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം ആരാ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? മനസ്സാണ്. എണീക്കുക എന്നുള്ളൊരു കർമ്മം ചെയ്യുന്നത് ശരീരമാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പം അങ്ങനെ മനസ്സ് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം
അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് കാലത്തിന് വിധേയമായി എന്ന് പറയാണ്. എന്നാൽ അതേ മനസ്സിനെ നിങ്ങൾ ജപിപ്പിച്ച് 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 നിങ്ങളിൽ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനോടൊരു നിമിഷം ചേർത്ത് വെച്ചാൽ അതേ മനസ്സ് കാലത്തിന് അതീതമായി. അപ്പം കാലത്തിന് അതീതമാവാനും കാലത്തിന് വിധേയമാവാനും സാധിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യ മനസ്സെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെ നമ്മൾ ഈ ആളുകളുണ്ടല്ലോ ജ്യോതിഷത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നതിന് കാരണം അവരാ കാലത്തിന് അതീതമായ ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് മനസ്സിനെ തൊടാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല വാസ്തവത്തിൽ. എന്നാൽ മനസ്സിനെ തൊടാൻ സാധ്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാണ്. ഏത് മനസ്സിനെ തൊടാൻ സാധിക്കും? കാലത്തിന് വിധേയമായ മനസ്സിനെ കാലത്തിന് വിധേയമായ നക്ഷത്രങ്ങൾക്ക് സാധിക്കും. ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ചിന്തിക്കുക. 1000-ഓളം ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ ട്രെയിനിലിരിക്കുന്നവരൊക്കെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് കാലത്തിൻ്റെ നിയോഗത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും വേണമെന്ന് വെച്ചാലും ട്രെയിനിലിരിക്കുന്നിടത്തോളം കാലം ആസ് ദ ട്രെയിൻ മൂവ്സ് യു ടു മൂവ്, അല്ലേ? മാറാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴും ആ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോറടിച്ചു കൊണ്ടിരിക്കാം, വിഷമം പറഞ്ഞുകൊണ്ടിരിക്കാം, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ആസ്വദിച്ചു കൊണ്ട് യാത്ര ചെയ്യാം. നിങ്ങൾ തമാശയും സന്തോഷത്തിലുമാണ് മനസ്സ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോലും അറിയില്ല. ശരിയല്ലേ? അപ്പം മനസ്സിന് വേണമെങ്കിൽ കാലത്തിന് വിധേയമാവാം, മനസ്സിന് വേണമെങ്കിൽ കാലത്തിന് അതീതമാവാം. ഇത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ച് ഒരു യാത്രയാണ്. എവിടെ നിന്നുള്ള യാത്ര? എങ്ങോട്ടുള്ള യാത്ര? ജനനം മുതൽ മരണം വരെയുള്ളൊരു യാത്രയാണ് ശരീരത്തെ സംബന്ധിച്ച്. എന്നാൽ മനസ്സിനെ സംബന്ധിച്ച് ഒരു യാത്രയല്ലത്. മനസ്സിനെ സംബന്ധിച്ച് അത് താഴെ നിന്നും മുകളിലേക്കുള്ള അങ്ങനെ ഒരു യാത്ര പറയുകയാണെങ്കിൽ അത് ഉയർച്ചയുടെ യാത്രയാണ്. ശരീരത്തിനാണെങ്കിലോ താഴ്ചയുടെ യാത്രയാണ് പറയാനുള്ളത്. നമ്മൾ താഴ്ചയുടെ യാത്ര ചെയ്യുന്ന ശരീരത്തിൻ്റെ കൂടെ പോയാൽ ഉയർന്ന മനസ്സും താഴേണ്ടി വരും. എന്നാൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്നും മനസ്സിനെ നമ്മൾ പടിപടിയായിട്ട് ഉയർത്താൻ ശ്രമിച്ചാലോ മനസ്സിന് താഴ്ന്നതിൻ്റെ കഥയല്ല പറയാനുണ്ടാവുക, ഉയർന്നതിൻ്റെ കഥയാണ്. ഒരു ഭീഷ്മാചാര്യരുടെ ശരീരം ശരത്തിൽ കിടക്കുമ്പോൾ അത് തളർന്നതാണ്, താഴ്ന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സോ അത് ഉയർന്ന മനസ്സാണ്. ഭഗവാൻ ബഹുമാനിച്ചത് തളർന്നു കിടക്കുന്ന ശരീരത്തെയല്ല, ഭഗവാൻ ബഹുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഉയർന്നൊരു മനസ്സിനെയാണ്. ഈ ഒരു കഴിവ്, ഈ ഒരു സാധ്യത, ഈ ഒരു ശക്തി, ഈ ഒരു പൊട്ടൻഷ്യാലിറ്റി, ഈ ഒരു പവർ, ഈ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്ന് പറയുകയാണ്. നമ്മൾ അതിനെ ഒന്ന് ജ്വലിപ്പിക്കണം. ഇത്രയേ വേണ്ടൂ. ഒരു തീപ്പെട്ടിക്കോലാണ് മനസ്സെങ്കിൽ ഒരു തീപ്പെട്ടിയാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പം ആ തീപ്പെട്ടിക്കോലിന് അഗ്നി ജ്വലിപ്പിക്കാനുള്ള കഴിവുണ്ടാവണമെങ്കിൽ അത് ഏതോടൊരസണം? ഭഗവാനാകുന്ന തീപ്പെട്ടിയുടെ ഒരസ് തന്നെ വേണം. അത് നമ്മൾ ഒരസിപ്പിക്കാത്തടത്തോളം കാലം തീപ്പെട്ടി കോലിൽ അഗ്നിയുടെ സാധ്യതയുണ്ടെങ്കിലും ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെങ്കിലും സ്ട്രെങ്ത് ഉണ്ടെങ്കിലും പവർ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ജ്വലിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇറ്റ്സ് വിറ്റിൻ. നമ്മളത് കണ്ടെത്തിയേ പറ്റുള്ളൂ പറയണം. അപ്രകാരം പറഞ്ഞുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് യഥാ മേഡി സ്തംഭ ആക്രമണ പശവ സംയോജിത ത്രിപി സവനേ യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണ ഗ്രഹാദയേ തസ്മിൻ അന്തിർബഹിർയോഗേന കാലചക്രായോജിത ധ്രുവമേവാവിലഭ്യ വൈനോധീര്യമാന ആകൽപാന്തം പരിച്ഛംക്രമന്തി നഭസിയതാ മേഘാം ശേനാഥയോ വായുവശാ കർമ്മസാരഥയാ പരിവർത്തന്തെ ഏവം ജ്യോതിർഗണ പ്രകൃതിപുരുഷ സംയോഗാനുഗൃഹീത കർമ്മനിർമ്മിതഗതയോ ഭുവിന്ന പതന്തി. യഥാ മേഢ്രീ സ്തംഭ എല്ലാ നക്ഷത്രങ്ങളും ആക്രമണവശ സംയോജിത ത്രിപി സഹനേ യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം. വളരെ രസകരമായ മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. ഏതുപോലെയാണത്? ഏതുപോലെയാണോ ആക്രമണ പശവ സംയോജിത ത്രിപി പറയാണ്. ത്രിപി അതായത് പണ്ട് കാലത്ത് ഈ കറ്റ മെതിക്കാൻ, കൊയ്ത്ത് കഴിഞ്ഞാൽ മെതിക്കാൻ കാളകളെ ഉപയോഗിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കുറ്റിയിൽ കാളയെ കെട്ടും. നമ്മുടെ നാട്ടിൽ ചക്ക ആട്ടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പം
അതിൽ കൊണ്ടുപോയി കൊപ്രയോ അല്ലെങ്കിൽ എള്ളോ സാധനങ്ങൾ എന്താ ആട്ടേണ്ടത് വെച്ചാൽ അത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കാളഭാവം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇവിടെ ചക്കിന് പകരം കറ്റകളെ പറയാണ്. അതിങ്ങനെ കറങ്ങുന്നത് പോലെ യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം. ഇപ്രകാരമാണ് ആരുടെ കറക്കം? എല്ലാ നക്ഷത്രങ്ങളും ധ്രുവനക്ഷത്രത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നക്ഷത്രങ്ങളുടെ വ്യൂഹം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. അതുപോലെ വേറൊന്നു കൂടി പറയുകയാണ്, ഒരു ഉദാഹരണം. ഏതുപോലെയാണത്? തപസി യഥാമേഘാസ്യേനാഥയോ വായുവശ കർമ്മസാരഥയ പരിവർത്തന്തേ. ആകാശത്തിലുള്ള കാർമേഘങ്ങൾ കാലമാകുന്ന കാറ്റിൻ്റെ ശക്തിയിൽ പോകുന്നത് പോലെ, അതുപോലെ ആകാശത്തിൽ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ശേനൻ എന്ന് പറഞ്ഞാൽ പരുന്ത്, അത് ആകാശത്തിൽ അങ്ങനെ കറങ്ങി 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 പിന്നീട് അതിൻ്റെ കൂട്ടിലേക്ക് വരുന്നത് പോലെ. ഇപ്രകാരം നമ്മുടെ മനസ്സിന് വേണമെങ്കിൽ കറങ്ങാം, അല്ലെങ്കിൽ കറങ്ങാണ്ടിരിക്കാം. ഓരോ നക്ഷത്രങ്ങളുടെയും സ്ഥാനം പറയണം. എവിടേക്കാണ്, എന്തൊക്കെ നക്ഷത്രങ്ങളാണ്? ദക്ഷിണവാമയോ ശ്രോണ്യോ ആദ്രാശ്ലേഷ ദക്ഷിണവാമയോ പശ്ചിമയോ പാദയോ അഭിജിത്ത് ഉത്തരഷ ആഷാഢേ ദക്ഷിണവാമയോ നാസികയോ യഥാ സംഖ്യം ശ്രവണപൂർവാശ ആഢേ ദക്ഷിണവാമയോ ലോചനയോ നിഷ്ഠാമൂലം സ ദക്ഷിണവാമയോ കർണയോ. അപ്പം ദക്ഷിണവാമയോ വലതും ഇടത്തും, ദക്ഷിണം വലത്തും ഇടത്തും. ശ്രോണ്യോ അരക്കെട്ടിൽ, ശ്രോണ്യമാണ് അരക്കെട്ടിൽ. ആരക്കണ്ട്? ആദ്ര ആശ്ലേഷ തിരുവാതിര, അതുപോലെ തന്നെ ആയില്യം നക്ഷത്രങ്ങൾ അവിടെ ഇരിക്കും. ആകാശത്തിലും മാത്രമല്ല ഇരിക്കുന്നത്, എവിടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ഈ അരക്കെട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണവാമയോ വീണ്ടും വലതും ഇടത്തും, പാദയോ പാദങ്ങളിൽ, അഭിജിത്ത് ഉത്തരാടേ. ആരൊക്കെയാണ് അവിടെ? തിരുവോണവും അതുപോലെ തന്നെ പൂരാടവും നക്ഷത്രങ്ങളിരിക്കുന്നു. പിന്നെ നാസികയോ നമ്മുടെ നാസത്തിൽ, അവിടെയും ശ്രവണപൂർവാഷാഢേ ദക്ഷിണവാമയോ ലോചനം. ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങളും ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രഹക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രഗതം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തൽക്കാലമജാശുപാപം. ആരാണോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിനെ ഉയർത്തുന്നത്, സർവ്വപാപത്തിൽ നിന്നും അവർ മുക്തരാവും എന്ന് പറഞ്ഞ് ഉപസംഹരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ജ്യോതിഷശാസ്ത്രം അതേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് പലർക്കും. കാരണം കുട്ടിക്കാലം മുതലേ നമുക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ശക്തിയുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ജ്യോതിഷം എന്ന് പറയുന്നത് വേദാംഗത്തിൽ 6 ദർശനങ്ങളിൽ ഒന്ന് മാത്രമാണ് ജ്യോതിഷം, ഒരംഗം മാത്രമാണ്. സാങ്ക്യം എന്ന് പറയുന്ന ഒരു അംഗത്തിൻ്റെ കൂടെ ശാസ്ത്രങ്ങൾ പറയുമ്പം ഒരു അംഗം, ഒരു അവയവം മാത്രമാണ് ഏത്? ജ്യോതിഷം. അത് മുഴുവനല്ല എന്ന് പറയണം, ഒരംഗം മാത്രം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു കൈ, 6 അംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വേദം എന്ന് പറഞ്ഞാൽ അതിലൊരു കൈ മാത്രമാണ് ജ്യോതിഷം. ഇനി ജ്യോതിഷശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാർ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് മനസ്സിലായൊരു സത്യം വളരെ ശ്രദ്ധിക്കണം. ഇത് ഫിസിക്സ് ആണ്, ഈ ജ്യോതിഷം കാൽക്കുലേഷനാണ്, മാത്തമാറ്റിക്സ് ആണ്. അവർക്ക് മനസ്സിലായത് പ്രപഞ്ചത്തിൽ 2 കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചു. ഈ പ്രപഞ്ചത്തിൽ എന്ത് പ്രകൃതിയിൽ കാണുന്നുണ്ടോ അത് പ്രകൃതിയുടെ ഓരോ സൂക്ഷ്മതയിലും കാണാൻ സാധിക്കും. ഇതിനെ പറയും പിണ്ഡത്തിൽ ഉള്ളത് ബ്രഹ്മാണ്ടത്തിൽ കാണാം. അതായത് ബ്രഹ്മാണ്ടത്തിലുള്ളത് നമ്മുടെ പിണ്ഡത്തിലും കാണാൻ സാധിക്കും. പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു അണുവിലും കാണാൻ സാധിക്കും. അതിൻ്റെ ലളിതമായൊരു ഉദാഹരണം അവർക്ക് മനസ്സിലായത്, സൂര്യൻ അതുപോലെ ചന്ദ്രൻ ഇവരുടെ പ്രവർത്തനം കൊണ്ട് ഭൂമിയിൽ ഓരോരോ പരിവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊരു മാറ്റമാണ് കടലിലെ വെള്ളം ഉയരുകയും താഴുകയും. അത് നമ്മുടെ ഋഷീശ്വരന്മാർ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു, ഹൈ ടൈഡും ലോവർ ടൈഡും. ഇതേ കാര്യം നമ്മുടെ ഉള്ളിലും നടക്കുന്നുണ്ട്. പ്രകൃതിയിൽ കടലിൽ ഹൈ ടൈഡ് നടക്കുമ്പം നമ്മുടെ ശരീരത്തിലുണ്ടോ? അത് ഉണ്ടോ? സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും മുറിവ് പറ്റിയാൽ ബ്ലീഡിങ് വളരെ കൂടുതലായിരിക്കും. ആണോ അല്ലയോ? അപ്പം നമ്മളിലുമുണ്ട്, അവിടെയുള്ളത് നമ്മളിലുമുണ്ട്.
ഇതുപോലെ തന്നെ ചന്ദ്രനിൽ നടക്കുന്നതെല്ലാം നമ്മളിലുമുണ്ട്. ഒരു പൗർണമി ദിവസം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തിരി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേഗം അറിയാൻ പറ്റും അത്. ഇനിയിപ്പോൾ നിങ്ങളതും പറഞ്ഞിട്ട് നോക്കരുതേ, അറിയാൻ പറ്റും അത്. കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ടല്ലോ, ഒരിക്കൽ എനിക്കറിയില്ലെന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ഇവൻ വന്നേനെ ഒറ്റ കെട്ടിപ്പിടുത്തം, ഭയങ്കരമായിട്ടൊരു പലതും അവൻ കാണിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ വേഗം ഇവനെയും കൊണ്ടുപോയി, എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഈ പൗർണമി ദിവസം ഇങ്ങനെ ചില പ്രശ്നമുള്ളവർക്ക് ചില കുഴപ്പങ്ങളൊക്കെ വരുന്നു. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് മനസ്സിലായപ്പം അവർ കണ്ടെത്തിയൊരു സത്യം, പ്രകൃതിയിലുള്ളത് വ്യക്തിയുടെ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഈ പ്രകൃതിയും വ്യക്തി ശരീരവും തമ്മിലുള്ള ബന്ധത്തിനെയാണ്. മാറ്റർ ക്യാൻ ഓൾവേസ് അട്രാക്ട് മാറ്റർ എന്ന് ഫിസിക്സ് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം അവിടെയുള്ള സൂര്യനും ചന്ദ്രനും ഒക്കെ ഈ ഭൂമിയെ സ്വാധീനിക്കുമ്പം ഭൂമിയിലുള്ളവരെയും സ്വാധീനിക്കാൻ അതിന് സാധിക്കും. അപ്പം നിങ്ങളുടെ ശരീരത്തിലെ സ്വാധീനിക്കാൻ ഓരോ നക്ഷത്രത്തിനും സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല, 100% അത് സത്യമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ശനിദോഷമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ശനിദോഷമുണ്ടായിരിക്കാം. ചൊവ്വാദോഷമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാദോഷമുണ്ട്. കാരണം പ്രകൃതിയിലുള്ളതെല്ലാം ഈ ശരീരത്തിലും പ്രകൃതിയിലിരിക്കുന്നിടത്തോളം കാലം ശരീരത്തെയും ബാധിക്കും. സംശയമില്ല. ഏതുപോലെയാണത്? ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. തോണി ഇളകുന്നിടത്തോളം കാലം തോണിയിലിരിക്കുന്നവനും ഇളകും. ജ്യോതിഷം തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. 100% ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് തർക്കമില്ലാത്ത കാര്യമാണ്. ശരീരത്തെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആരെ സ്വാധീനിക്കുന്നില്ല? മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? മനസ്സിനെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഉറക്കത്തിലും ഈ ഗ്രഹങ്ങളുടെയൊക്കെ പ്രശ്നം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ഏതൊരു മനസ്സാണോ അതിൽ നിന്നും ഈ ഗ്രഹചിന്തകളിൽ നിന്നും ഉയർത്തിയത്, അവരെയും പിടികൂടാൻ ആർക്ക് സാധിക്കണം? ഈ നക്ഷത്രങ്ങൾക്ക് സാധിക്കണം. എന്നാൽ നക്ഷത്രങ്ങൾക്ക് സാധിക്കുന്നില്ല. ആരെ പിടികൂടാൻ? ഏതൊരു മനസ്സാണോ പ്രകൃതിയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത്, ആ മനസ്സുകളെ പിടികൂടാൻ നക്ഷത്രങ്ങൾക്ക് സാധ്യമല്ല. അപ്പം ആരെ സ്വാധീനിക്കാനാണ് സാധിക്കുക? ഏതൊരു മനസ്സാണോ ഭഗവാനിലേക്ക് ഉയരാത്തത്, അവരെ സ്വാധീനിക്കാൻ നക്ഷത്രങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പം നിങ്ങൾ ജ്യോത്സ്യന്മാരെടുത്തു പോയിട്ടും അവരും പറയുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ, പക്ഷെ അവർ 100 വഴിപാട് പറയണമെന്ന് മാത്രം. അത് അവർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആയിരിക്കാം. നല്ല ഉപാസകന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാർ വഴിതെറ്റിക്കില്ല. മറ്റുള്ളവർ ശിവൻ വേറെ അയ്യപ്പൻ വേറെ, അവിടെ ആ വഴിപാട് നടത്തൂ, ഇവിടെ ഈ വഴിപാട് നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഓരോ അത്ഭുതങ്ങളെ. ഒരമ്മ എൻ്റെ അടുത്ത് കൊട്ടത്തേങ്ങ കൊണ്ടു തന്നിരിക്കണു. എന്താണത്രേ? ഏതൊരു ജ്യോത്സ്യർ പറഞ്ഞതാണത്രേ, ആരെങ്കിലും സന്യാസിമാരെ കണ്ടാൽ കൊടുത്തോളൂ എന്ന്, എന്നാൽ വീട്ടിലെ ദോഷം തീരുന്ന്. എന്നിട്ട് അതൊക്കെ ഒഴിഞ്ഞു കൊണ്ടുവന്നിരിക്കുക എന്ന് പറയുകയാണ് വീട്ടിൽ. ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവർ. ഞാൻ ആ കൊട്ടത്തേങ്ങ വാങ്ങിച്ചത് പൊട്ടിച്ച് ശർക്കരയും കൂട്ടി അടിച്ചു. ഇത്രയില്ലേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ളത്, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. ഞാൻ വളരെ നന്നായി എന്ന് പറഞ്ഞ അമ്മയോട് എന്ത് പറയാനാണ്. ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ആളുകൾ മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഈ ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഒരാൾക്ക് വളരെ ഡിസ്റ്റർബ്ഡായി. അതായത് ഒരാൾക്ക് കല്യാണം ക്ഷണിക്കാൻ പോകണം, മകളുടെ കല്യാണത്തിന്. അപ്പോൾ വലിയൊരു ബന്ധുവീട്ടിലാണ് പോകേണ്ടത്. അയാളാണെങ്കിൽ വലിയ കോടീശ്വരനാണ്, കുറേ കാലം ദുബായിലൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് അസറ്റായി ഉള്ളത് കുട്ടികളൊക്കെ സ്റ്റേറ്റ്സിലും, ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് 4 പട്ടികളെയാണ് കിട്ടിയത്. അവിടെ നിന്നൊക്കെ വില കൂടിയ പട്ടികളെയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഒക്കെ ആനയ്ക്കൊത്ത വണ്ണം, സിംഹത്തിനൊക്കെ ഒത്ത വണ്ണം, എന്നാലും പല്ലൊക്കെ കുറവാണ്. അങ്ങനെ കടിക്കുന്ന വർഗ്ഗമൊന്നുമല്ല. അങ്ങനെ അവരെയൊക്കെ വളർത്തിക്കൊണ്ട് അദ്ദേഹം വലിയ രാജാവായിട്ട് വാഴുന്നു. അപ്പോഴാണ് ഇവർ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പം കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട്, 4 പട്ടികളുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ഗമയിൽ കിടക്കണു. അപ്പം ബെല്ലമർത്തിയപ്പം കറണ്ടില്ല. ഉറക്കെ വിളിച്ചു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉറക്കെ വിളിച്ചു. അപ്പോൾ പട്ടികളാണ് ശബ്ദിച്ചത്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരെ നോക്കാൻ തുടങ്ങി ഓരോ പട്ടികളും. ഇദ്ദേഹത്തിന് 2 സ്റ്റെപ്പ് ഗേറ്റിൻ്റെ അടുത്തേക്ക് നിന്ന ആൾ 4 സ്റ്റെപ്പ് ഗേറ്റിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. പട്ടികളുടെ ശബ്ദം കേട്ടപ്പം അകത്തുനിന്ന് പട്ടിയുടെ യജമാനൻ ഇറങ്ങി വന്നു. പട്ടിക്കുണ്ടല്ലോ യജമാനൻ. അപ്പം നോക്കുമ്പം, ഓ, അവിടെ വേണ്ടപ്പെട്ട ആളാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം
പറഞ്ഞ് ഉറക്കം വിളിച്ച് പറഞ്ഞു വന്നോളൂ വന്നോളൂ, അവർ കടിക്കൊന്നുമില്ല എന്ന്. ജീവനിൽ ഇത്തിരി കൊതിയുള്ള ആൾ പോവോ? ആ പട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അതിന്ന് വിളിച്ചു പറഞ്ഞു വന്നോളൂ. പോയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം.